ഇതെന്താണ്? സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയാണ്. ദ ലിക്വിഡ് ഫ്ലോ ഡയറക്ഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ്. ആ പമ്പിന്റെ അകത്തുള്ള ലിക്വിഡ് ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ആക്സിലാണോ, ടാൻജൻഷ്യലാണോ, റേഡിയലാണോ? ഇത് റേഡിയലാണ്. സോ അത് എങ്ങനെയാണ് അത് വരുന്നത്? കണ്ടോ, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റി, അതിന്റെ ഐ എവിടെയാണ്, വാട്ടർ ഏത് രീതിയിലാണ്, ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അത് എക്സ്പെൽ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്തത്, എല്ലാ സുഹൃത്തുക്കൾക്കും ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓവർസിയർ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഓവർസിയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷ ഉടനടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. LSGD അല്ലെങ്കിൽ PCB, KTDC, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഉടനടി ഉണ്ട്. സോ ഇതിൽ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം? ഓവർസിയർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ ഞാൻ മറന്നുപോകും എന്നുള്ള കുറേ കൺഫ്യൂഷൻസിലായിരിക്കും നിങ്ങൾ. സോ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സെഷൻ. ഓവർസിയർ പരീക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു 15 ടോപ്പിക്കുകളാണ് കവർ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി പോലുള്ള പരീക്ഷകൾ വരുമ്പോൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റലും മെക്കാനിക്കലും അത് എക്സ്ട്രാ വരുന്ന ടോപ്പിക്. സോ ഈ ഒരു 15 ടോപ്പിക്ക് കൊണ്ട് ഒരിക്കലും നമുക്ക് AE ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. AE പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഏകദേശം ഒരു 27 ടോപ്പിക്കുകൾ വളരെ വ്യക്തമായിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കും. സോ എന്ത് ചെയ്യാം, എന്തായിരിക്കണം നമ്മുടെ ഒരു സ്ട്രാറ്റജി? ഈ ടൈമിൽ നമ്മൾ ഓവർസിയർ മാത്രം നോക്കിയാൽ മതിയോ, അല്ലെങ്കിൽ AEക്കും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കണോ? AEക്ക് കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റി കുറച്ച് ഐഡിയകൾ ഞാൻ ഷെയർ ചെയ്യാം. ആദ്യത്തെ കാര്യം, ഓവർസിയറും AEയും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ ഒന്ന് തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ്റെ ലെവലാണ് കൂടുതലായിട്ട് മാറുന്നത്. കോമൺ സബ്ജക്റ്റുകളുണ്ട് ഈ രണ്ട് പരീക്ഷകൾക്കും. ഈ കോമൺ സബ്ജക്റ്റുകൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക. ഇപ്പോൾ ഒരു ദിവസം നിങ്ങളൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറാണ് പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഒരു 4 മണിക്കൂർ തൊട്ടടുത്ത വരുന്ന ഓവർസിയർ പരീക്ഷയ്ക്ക് വേണ്ടിയും ഒരു 2 മണിക്കൂർ AEക്ക് വേണ്ടിയും സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കാര്യങ്ങൾ പഠിച്ചു പോകും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓവർസിയർ പരീക്ഷയും AE പരീക്ഷയും തുല്യമായിട്ട് കാണുക. AE പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉടനടി അടുത്ത ഒരു AE പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ബൾക്ക് വേക്കൻസിയുമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്, KCB ഉണ്ട്, KTDC ഉണ്ട്, KHBC ഉണ്ട്, കേരള ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് AE പരീക്ഷ വിളിച്ചിട്ടുണ്ട്. സോ നല്ലൊരു ചാൻസ് ആണ്. നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യണം. അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത്, ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങളെ വിലയിരുത്തുക എന്നുള്ളത്. നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് സ്ട്രോങ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് വീക്ക് എന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഏറ്റവും നല്ല വഴി ഒരു മോക്ക് ടെസ്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ ഒരു മോഡൽ ടെസ്റ്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവലിലുള്ള ഒരു മോഡൽ ടെസ്റ്റ് എഴുതി നോക്കുക. ആ ഒരു ടെസ്റ്റ് എഴുതിയതിനു ശേഷം നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീക്ക്, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ സ്ട്രോങ്, ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് എന്ന് തിരിച്ചറിയുക. ആ വീക്ക് പോയിന്റ്സിനെ ബലപ്പെടുത്താൻ നോക്കുക, സ്ട്രോങ് പോയിന്റ്സിനെ റിവൈസ് ചെയ്യുക. ഞാൻ പറയുന്നത് കൃത്യമാണ്, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ അതിനുവേണ്ടി നമ്മുടെ ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമി ലോഞ്ച് ചെയ്യുന്നതാണ് മോക്ക് ടെസ്റ്റ് സീരീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയറിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ്. അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകും. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞിരുന്നു, സാർ നമ്മുടെ ആപ്പ് നമുക്ക് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനോട് ഒരു ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സെഷൻ. സോ ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് സെഷൻ നിങ്ങൾ കാണുന്ന ലിങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലാപ്ടോപ്പിൽ കയറാം, ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു പേജിലായിരിക്കും നിങ്ങൾ വന്ന് നിൽക്കുന്നത്. സോ ഇതിനകത്ത് ഓർഗ് കോഡ്, അതായത് ഓർഗനൈസേഷൻ കോഡ്, തൊട്ട് താഴെ മൊബൈൽ നമ്പർ. സോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ കോഡ് COSYE എന്നായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് സെക്യൂർലി കൊടുക്കുമ്പോൾ നമുക്കൊരു OTP വന്നതിന് ശേഷം വെരിഫൈ കൊടുക്കുക. സോ OTP വെരിഫൈ ആയി നിങ്ങളുടെ പേജിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം പേജിലോട്ട് നമുക്ക് കിടക്കാൻ സാധിക്കും. ഇപ്പോൾ ഹോം പേജിൽ നോക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ബാച്ചിലാണുള്ളത്, ടൈം ടേബിൾ, റിപ്പോർട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. നമ്മൾ നോക്കേണ്ടത് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഈ സ്റ്റോറിനകത്ത് നിങ്ങൾ ഏതൊക്കെ സ്റ്റോർ പർച്ചേസ്ഡ് ആണ്, നിങ്ങൾ ഏതൊക്കെ ഇനി പർച്ചേസ് ചെയ്യാനുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ കാണും. നിങ്ങൾ നോക്കുക,
സ്റ്റോഴ്സിന് ഓരോ കാര്യങ്ങൾ നോക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മോക്ക് ടെസ്റ്റ് സീരീസ് ആണ്, എയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ റിസർച്ച് ടീം നിർമ്മിച്ച ക്വസ്റ്റ്യൻസ് എല്ലാത്തിൽ നിന്നും, SSCയിൽ നിന്നും ഗേറ്റിൽ നിന്നും, എന്തിനേറെ IES പരീക്ഷകൾ പോലുള്ള പരീക്ഷകളിൽ നിന്നും വരെ നമ്മൾ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഓരോ ചോദ്യങ്ങളും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 27 സബ്ജക്ട്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ഏകദേശം ഒരു 3 മുതൽ 4 മാസം വേണം. സോ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ, ഇന്ന് മുതൽ നിങ്ങൾ പഠിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എയ്ക്ക് വേണ്ടിയുള്ള ഓവർസിയർ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓവർസിയർ റിവൈസ് ചെയ്യുന്ന ടോപ്പിക്ക് റിവൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞു കോമൺ സബ്ജക്ട്സ് നല്ല രീതിയിൽ പഠിക്കുക. കാര്യം അത് എയ്ക്ക് നമുക്ക് ഉപയോഗപ്പെടും. അതിന് നല്ലൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു നോട്ട് കൊണ്ടുപോവുക. അതിനോടൊപ്പം മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുക. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്, നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ളത് റാങ്ക് ഓരോരുത്തരും, നിങ്ങൾ ഓരോ പരീക്ഷകൾ എഴുതുമ്പോൾ ആ പരീക്ഷകൾ എഴുതിയ ആൾക്കാരുടെ ഇടയിലുള്ള നിങ്ങളെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ റിപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്കൊരു ചോദ്യം മാത്രമല്ല നിങ്ങൾ പഠിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഓക്കെ, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉചിതമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റിനകത്ത്, മോക്ക് ടെസ്റ്റ് കണ്ടന്റിനകത്ത് 11 പരീക്ഷകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന കണ്ടന്റ് ഫ്രീ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുത്ത് എഴുതി നോക്കാം. ഇത് ലാപ്ടോപ്പിലും അവൈലബിൾ ആണ്, നിങ്ങളുടെ മൊബൈൽ ഫോണിലും അവൈലബിൾ ആണ്. ഞാൻ ലാപ്ടോപ്പിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു അറ്റംപ്റ്റ് എത്ര തവണ വേണമെങ്കിൽ, അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്, നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക, അറ്റംപ്റ്റ് ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ടെസ്റ്റ് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ടെസ്റ്റ്. The heel of the slab of a cantilever retaining wall main reinforcement is provided at bottom of slab, center of. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു ആൻസേഴ്സ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഞാൻ വായിച്ചു നോക്കുന്നില്ല ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടന്റ് എന്ന് മനസ്സിലാക്കി തരാനും വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു 10 ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു, ഞാൻ സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര ടൈം റിമൈനിങ് ആണ്, എത്ര ടോട്ടൽ ക്വസ്റ്റ്യൻസ് എഴുതി, ടൈം മാക്സിമം നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 1:14 അല്ലേ, 1 മണിക്കൂർ 14 മിനിറ്റ് എനിക്ക് റിമൈനിങ് ആണ്. സോ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വീണ്ടും അറ്റൻഡ് ചെയ്യുക, ടൈം കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നോക്കുക. 1 മണിക്കൂറിനകത്ത് നിങ്ങൾ പരീക്ഷകൾ എഴുതി കഴിയണം. നെക്സ്റ്റ് ഒരു 15 മിനിറ്റ്സ് അതിൻ്റെ റിവൈസിന് വേണ്ടിയുള്ളതാണ്. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ, OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, എന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ കൃത്യം 60 മിനിറ്റ് കൊണ്ട് നമുക്ക് പരീക്ഷകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സബ്മിറ്റ് ടെസ്റ്റ് കൊടുക്കുക. സബ്മിറ്റ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സൊല്യൂഷൻസ് നമുക്ക് എടുത്ത് നോക്കാം. സൊല്യൂഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായുള്ള സൊല്യൂഷൻസ് ടോപ്പ് ഓഫ് ദ സ്ലാബ് എന്ന് അറിയുന്ന മാത്രമല്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണ് ഈ പറയുന്നത്, കാന്റിലീവർ റീറ്റെയിനിങ് വാളിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫിഗർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും മെയിൻ പാർട്ടുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അത് എങ്ങനെ വന്നു, അതിനൊരു പാറ്റേണിൽ തന്നെ ഒരു സ്റ്റെപ്പ് വൈസ് ആ പരീക്ഷ അല്ലെങ്കിൽ ആ ചോദ്യം എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സോ ഇവിടെയൊക്കെ ഒരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ടത്, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി എടുക്കുന്ന പകുതി ടൈം മതി ഒരു ചോദ്യങ്ങൾ പഠിച്ചു പോകും. പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇതൊരു അനിമേറ്റഡ് കണ്ടന്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പ്രിംഗ്ലർ ഇറിഗേഷനെ പറ്റിയാണ്. അപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എങ്ങനെയാണ് എന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതർ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഫ്ലഡ്, ചെക്ക് ഫ്ലഡിങ്, ഫറോ ഇറിഗേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ഇറിഗേഷനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ഒരു ഇമേജ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്താണ് ഫെൻഡർ, എന്താണ് ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു ഇമേജ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് റിയൽ ലൈഫിൽ കാണുന്ന ഇമേജസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ട് തങ്ങും. നമുക്കറിയാം പിക്ചോറിക്കൽ മെമ്മറി ആണ് അല്ലെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിൽ തങ്ങുന്ന, പരീക്ഷയ്ക്ക് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതും കൂടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇതൊരു ടേബിൾ ഫോർമാറ്റ് ആണ്. ഓരോ യൂണിറ്റിന്റെയും അതിന്റെ പർപ്പസിനെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തുണ്ട്. ടേബിൾ ഫോർമാറ്റിലാണ്. ഇത് നിങ്ങൾക്ക് വരച്ചെടുക്കാം, എഴുതിയെടുക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പഠിച്ചു പോവുക. ഇതെന്താണ്, സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയാണ്. ദ ലിക്വിഡ് ഫ്ലോ ഡയറക്ഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ്. ആ പമ്പിന്റെ അകത്തുള്ള ലിക്വിഡ് ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ആക്സിലാണോ, ടാൻജൻഷ്യലാണോ, റേഡിയലാണോ? ഇത് റേഡിയലാണ്. സോ അത് എങ്ങനെയാണ് അത് വരുന്നത്, കണ്ടോ, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റി അതിന്റെ ഐ എവിടെയാണ്,
വാട്ടർ ഏത് രീതിയിലാണ്, ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അത് എക്സ്പെൽ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് ഒരു ഫിഗറാണ്. സോ എങ്ങനെ നോക്കിയാലും ഇതെന്താണ്, ഇതൊരു ഡിസിൻഫെക്ഷൻ ആണ് അല്ലേ, ഇത് പ്രോസസ് ഫിൽട്രേഷൻ ഓഫ് വാട്ടർ ആണ്. ഈ ഫിൽട്രേഷൻ ഓഫ് വാട്ടർ നോക്കിയാൽ ഓരോ സ്റ്റെപ്പുകൾ ഇത് നിങ്ങൾക്ക് ലാപ്പിലെടുത്ത് നോക്കും. നിങ്ങൾ മൊബൈൽ സ്ക്രീനിൽ കാണുന്നുണ്ടാണ് അക്ഷരങ്ങൾ വായിക്കാൻ സാധിക്കുക. നിങ്ങൾ ലാപ്പിലെടുത്ത് നോക്കുക, അക്ഷരങ്ങൾ വായിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പ്രീ ട്രീറ്റ്മെന്റ് എന്താണ്, കൊയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ എല്ലാ പറ്റിയും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഓരോ ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത് എത്രയാണ് എമൗണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. നിങ്ങൾക്ക് ഇപ്പോൾ കോഴ്സ് ഫീസ് 699 ആണ്. 699 രൂപയ്ക്ക് നമ്മൾ 11 മോക്ക് ടെസ്റ്റ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടി ലെവലിലും. ഞാൻ പറഞ്ഞു ഇതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പ്രീവിയസ് കോഴ്സ് ചോദ്യങ്ങൾ മാത്രമല്ല, SSC ചോദ്യങ്ങളുണ്ട്, ഗേറ്റ് ലെവൽ ചോദ്യങ്ങളുണ്ട്, IAS ലെവൽ ചോദ്യങ്ങളുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് 699 രൂപ. ഇപ്പോൾ കോവിഡ് ബുദ്ധിമുട്ട് നമുക്കറിയാം, എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനെല്ലാം കാരണമായിട്ട് അതെല്ലാം കോസ്, അതിനെല്ലാം റെമഡി ആയിട്ട് നമ്മളിപ്പോൾ 500 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 100 പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ്, ആദ്യത്തെ 100 കുട്ടികൾക്കാണ് ഈ 500 രൂപ ഡിസ്കൗണ്ട്. നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മോക്ക് 500 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡാണ്. ഈ അടുത്ത നെക്സ്റ്റ് 1 വീക്കിലേക്കാണ് ഈ ഒരു ഡിസ്കൗണ്ട് ഉള്ളത്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഇതിന്റെ കണ്ടന്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ, ഓവർവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിയാൽ 6 മന്ത് ഡ്യൂറേഷൻ, 6 മാസം വരെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ യൂസ് ചെയ്യാം. എന്തായാലും 6 മാസത്തിനകത്ത് പരീക്ഷ എന്തായാലും ഉണ്ടാവും. സോ അത്രയും നാൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, അത്രയും നാൾ അൺലിമിറ്റഡ് പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാം. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് നമുക്കറിയാം ഇപ്പോൾ 0 to Hero phase 3 നടക്കുന്നുണ്ട്. കണ്ടന്റുകൾ ഇടുന്നുണ്ട്, ഓവർസിയർ ബേസ് ചെയ്തുള്ള കണ്ടന്റ്, ഓവർസിയർ ബേസുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ താഴെയുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. മാക്സിമം ആൾക്കാരുടെ ഇടയിൽ ഈ വീഡിയോ എത്തിക്കുക. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പരീക്ഷ വരുന്ന ഓവർസിയർ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക, ബന്ധപ്പെടുക, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക.